കാറ്റത്തി കിളിക്കുള്ള ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ സുഭാഷ് ചേട്ടനാണെങ്കിൽ പറയുന്നുണ്ട് എല്ലായിടത്തും ഹരീഷ് വരുമ്പോൾ ഒന്നും പറയരുത്, ഞാൻ അവൻ്റെ അടുത്ത് സംസാരിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ ജോലി കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് വരുന്നുണ്ട്. വരുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ പുറത്തിരുന്നിട്ടാണെങ്കിൽ ഹരീഷിനെ വിളിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഹരീഷ് അത് കേൾക്കാതെ ഇങ്ങ് അകത്ത് കയറി വരികയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, ആ ഹരീഷ് കഴിക്കാനൊക്കെ എടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹരീഷ് പറയുന്നുണ്ട്, അതിന് സുഭാഷ് ചേട്ടൻ ഞാൻ വന്നുടനെ ഞാൻ കഴിക്കത്തില്ലല്ലോ, ഞാനൊന്ന് കൈയും മുഖമൊക്കെ കഴുകിയിട്ട് വരാമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളെ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ സുഭാഷ് ചേട്ടാ ഈ കാണിക്കുന്നത്, സുഭാഷ് ചേട്ടൻ ഇങ്ങനൊന്നും അല്ലല്ലോ ഹരീഷിൻ്റെ അടുത്ത് പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മളെ നികേഷൊക്കെ ആണെങ്കിൽ നമ്മൾ സുഭാഷ് ചേട്ടനെ കളിയാക്കിയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഹരീഷാണെങ്കിൽ കൈ മുഖമൊക്കെ കഴുകിയിട്ടാണെങ്കിൽ തിരിച്ചങ്ങോട്ട് വരികയൊക്കെ ചെയ്യുന്നു. സുധീഷാണെങ്കിൽ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആ ഹരീഷ് എങ്ങനെ ഉണ്ടായിരുന്ന വർക്ക്ഷോപ്പിൽ നിന്ന് നല്ല വണ്ടികളൊക്കെ ഉണ്ടായിരുന്നോ എന്ന്, എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, ജോലിയും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നികേഷാണെങ്കിൽ കളിയാക്കിയിട്ട് പറയുന്നുണ്ട്, ആ വെരി നാച്ചുറൽ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തേക്ക് ഹരീഷ് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾക്കൊക്കെ എന്താ പറ്റിയത്, നിങ്ങളൊന്നും എൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും ചോദിക്കത്തില്ലല്ലോ, പിന്നെ എന്താ നിങ്ങൾക്ക് പറ്റിയെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മളെ ഭാസ്കരൻ വന്നിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ അങ്ങോട്ട് പറയാം, ഇവന്മാരും ഒന്നും പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ വന്നിട്ട് പറയുന്നുണ്ടേ, അതെ നിൻ്റെ കാമുകിയുടെ ഏട്ടനുണ്ടല്ലോ കുറേ കൂട്ടുകാരുമായിട്ട് ഇവിടെ വന്ന് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഹരീഷിനാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അവന്മാരാണെങ്കിൽ ഇവിടെ വന്നിട്ട് എൻ്റെ വയസ്സ് പോലും നോക്കാതെ അവന്മാർ എന്നെയൊക്കെ വായി തോന്നിയതൊക്കെ പറഞ്ഞതൊക്കെ പറയുന്നുണ്ട്. നമ്മളെ വീട്ടിനെ കുറിച്ചൊക്കെ അവന്മാർ ഒരുപാട് കുറ്റങ്ങളൊക്കെ പറഞ്ഞ്, പിന്നെ അവളെ വീട് എന്താ ഭയങ്കര ബംഗ്ലാവ് ആണോ എന്നൊക്കെ നമ്മളെ ഭാസ്കരൻ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സുധീഷാണെങ്കിൽ ഒന്നും പറയാൻ വിടാതെ ആണെങ്കിലും നമ്മൾ ഭാസ്കരനെ പിടിച്ചുകൊണ്ടൊക്കെ മാറ്റിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിലും നമ്മൾ സുഭാഷ് ചേട്ടൻ്റെ അടുത്ത് ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ ഹരീഷ് ചേട്ടാ ബാക്കി കൊണ്ട് പറയുമ്പോൾ നമ്മൾ സുഭാഷ് പറയുന്നുണ്ട്, ആ ഒന്നും ഇല്ലടാ എന്നൊക്കെ പറയുമ്പം ഹരീഷ് പറയുന്നത്, ഇല്ലല്ലോ അച്ഛൻ പറഞ്ഞല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷ് പറയുന്നുണ്ട്, അതൊന്നും ഇല്ലടാ, അത് നിങ്ങൾ തമ്മിൽ ഫോൺ വിളിക്കുന്നതൊക്കെ അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും അതിനെക്കുറിച്ച് വന്ന് പറയാൻ വേണ്ടി വന്നതാന്ന് പറയുന്നുണ്ട്. സുധീഷ് പറയുന്നുണ്ട്, അവർ വരുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ വെറുതെ വിടുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഭാസ്കരൻ ഇങ്ങോട്ട് വന്നിട്ട് പറയുന്നുണ്ട്, അവന്മാർ ഒരുപാട് പ്രശ്നമൊക്കെ ഇവിടെ ഉണ്ടാക്കിയെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് സ്നേഹിക്കുന്ന ഒരു പെണ്ണിനെയാണെങ്കിൽ അന്തസ്സായിട്ട് വിളിച്ചുകൊണ്ടെന്ന് കല്യാണം കഴിച്ച് ഇവിടെ താമസിപ്പിക്കണമെന്നൊക്കെ നമ്മൾ ഭാസ്കരൻ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ ഭാസ്കരൻ പറയുന്നുണ്ട്, അവസാനം സുധീഷുമായിട്ട് അവർ കയ്യാങ്കളി വരെ എത്തിയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ഹരീഷാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തായാലും വന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ചെറിയൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ നമ്മൾ ഹരീഷിൻ്റെ അടുത്ത് പറയുമ്പോൾ ഹരീഷാണെങ്കിൽ ഇറങ്ങിപ്പോയി പുറത്ത് ഇങ്ങനെ പോയി നടന്ന് ടെൻഷനോടെയൊക്കെ അവിടെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ സുധീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി ഹരീഷിനാണെങ്കിൽ എരിയേറ്റി കൊടുക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ സുധീഷ് ചോദിക്കുന്നത്, ആര് ഞാനോ? പിന്നെ നമ്മൾ ഹരീഷിനെ ആണെങ്കിൽ നീതു വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്ത് നമ്മൾ ഹരീഷ് ഫോൺ എടുക്കത്തില്ല. അങ്ങനെ വീണ്ടും നമ്മൾ നീതു ആണെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ടിരുന്നിട്ട് വീണ്ടും വിളിക്കുന്നുണ്ട്. വിളിക്കുന്ന സമയത്താണെങ്കിൽ നമ്മൾ ഹരീഷാണെങ്കിൽ ഫോൺ എടുത്തിട്ട് നീതുവിന് ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ ചേട്ടൻ വന്ന് ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയതൊക്കെ നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നീതു പറയുന്നുണ്ട്, അത് ഞാനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറയുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, എന്നാൽ ഒരു കാര്യം ചെയ്യും, അവൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനിവിടെ ഉള്ള സമയത്ത് പറയാനൊക്കെ പറയുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഞാനിതൊന്നും വേണ്ടാന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞത്, നീ ഒട്ട് കേൾക്കത്തതും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷാണെങ്കിൽ നീതുവിനെ ഒരുപാട് വഴക്കൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നീതു വയ്ക്കുന്നുണ്ട്, എന്നെ എന്തിനാ വഴക്ക് പറയുന്നതെന്ന് ചോദിക്കുമ്പം നമ്മൾ ഹരീഷ് പറയും, പിന്നെ ഞാൻ നിന്നെയല്ല പിന്നെ ആരെയാണ് പറയണ്ടേന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അവൻ ഇനി എൻ്റെ മുമ്പിലങ്ങനെ വന്ന് പെട്ട് കഴിഞ്ഞാൽ അവനിക്ക് അപ്പം ഞാൻ കൊടുക്കും അടിയെന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ ഹരീഷാണെങ്കിൽ. അപ്പോഴത്തേക്കാണെങ്കിൽ ഹരീഷ് പറയുന്നുണ്ട്, വെക്കടി ഫോണെന്ന് പറഞ്ഞിട്ട് ദേഷ്യം ഫോൺ വെക്കാനൊക്കെ നീതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പം നീതുവിൻ്റെ അമ്മയാണെങ്കിൽ അങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഓ ആ പീറ ചെറുക്കനായിരിക്കും ഇതൊക്കെ പറഞ്ഞ് നമ്മൾ നീതുവിനെ കുറേ വഴക്കൊക്കെ പറയുന്നുണ്ട്, ആരാടി എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ. അപ്പം നീതു പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടമുള്ളവരെ ഞാൻ വിളിക്കുമെന്നൊക്കെ നമ്മൾ നീതു തിരിച്ച് പറയുകയൊക്കെ ചെയ്യും. ഇത് പറയുന്നത്, ഞാനെന്താ ഒളിച്ചോടിയൊന്നും പോയില്ലല്ലോ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ നീതുവിൻ്റെ അമ്മ നീതുവിനെ അടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടാമത് അടിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ നീതു കൈയൊക്കെ കയറി പിടിക്കുന്നുണ്ട്. പിടിച്ചിട്ട് പറയുന്നുണ്ട്, മേലെ അവിടെ കാണാൻ പോയി പ്രശ്നം ഉണ്ടാക്കിയെന്ന് ഞാൻ അറിഞ്ഞാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മൾ നിധിയാണെങ്കിൽ രാവിലെ പുറത്തിരുന്ന് ഇങ്ങനെ പത്രമൊക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നികേഷ് ആണെങ്കിൽ വന്നിട്ട് ഗുഡ് മോർണിംഗ് ഏട്ടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സുഭാഷേനാണെങ്കിൽ ചായയൊക്കെ കൊണ്ടുവന്ന് അങ്ങോട്ട് വന്നിട്ടാണെങ്കിൽ അവർക്ക് ചായയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ നിധിയെടുത്ത് ചോദിക്കുന്നുണ്ട്, എന്തിയെ ഹരീഷൊക്കെ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഹരീഷും സുധീഷും കൂടെ ഇങ്ങോട്ട് പുറത്തോട്ട് പോയെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ സുഭാഷ് പറഞ്ഞു, അയ്യോ രണ്ടുപേരും കൂടെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമ്മൾ സുഭാഷാണെങ്കിൽ ഹരീഷിനെ എരിയേറ്റിയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നമ്മൾ നീതുവിൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ നമ്മൾ നികേഷിൻ്റെ അടുത്ത് ഫോൺ വിളിക്കാനൊക്കെ പറഞ്ഞ് നികേഷ് വിളിക്കുന്ന സമയത്താണെങ്കിൽ ഫോൺ അവരെടുക്കുന്നതൊന്നുമില്ല. ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫും പറയുന്നുണ്ട്. അപ്പോഴത്തേക്കാണെങ്കിൽ നമ്മൾ സുഭാഷേട്ടൻ ടെൻഷനായിട്ട് നിൽക്കും. അപ്പം നമ്മൾ നിധി ചോദിക്കുന്നത്, എന്തിനാ സുഭാഷേട്ടൻ ഇങ്ങനെ ടെൻഷനാവുന്നത്, അവർ കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സുഭാഷേട്ടൻ പറയുന്നത്, അതാ നമ്മളെ ഏറ്റവും പേടി, കൊച്ചുകുട്ടിയാണെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല, ഇവർ രണ്ടും കൂടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാനായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് യേശു പറയുന്നുണ്ട്, അപ്പോൾ അവർ പോയിരിക്കുന്ന മിക്കവാറും നീതുവിൻ്റെ വീട്ടിലായിരിക്കും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ പോയിരിക്കുമായിരിക്കും സുഭാഷ് ചേട്ടാ, അപ്പോൾ ഇതെന്തെങ്കിലും പ്രശ്നമൊക്കെ ആവുമെന്നൊക്കെ നമ്മൾ നികേഷ് പറയുന്നു. സുധീഷും ഹരീഷും കൂടെ നീതുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുന്നുണ്ട്. ചെല്ലുന്ന സമയത്ത് നമ്മൾ നീതുവിൻ്റെ അച്ഛനാണെങ്കിൽ അവിടെ പുറത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഗേറ്റ് പുറത്ത് നടന്ന് ആരായാലും ഇങ്ങോട്ട് ചോദിക്കാതെയും പറയാതെയൊക്കെ ഇങ്ങോട്ട് അകത്തോട്ട് കയറി വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഹരീഷൊക്കെ പറയുന്നത്, നിങ്ങളെ മോൻ ഞങ്ങളെ വീട്ടിൽ വന്ന് കയറിയല്ലോ, അപ്പോൾ ഞങ്ങളൊന്നും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹരീഷും സുധീഷും കൂടെ വീട്ടിലോട്ട് കയറിയൊക്കെ പോയിട്ടാണെങ്കിൽ
ആണെങ്കിൽ അവിടെ എല്ലാവർക്കും നോക്കിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കാണെങ്കിൽ നീതുവാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നുണ്ട്. അപ്പോൾ നീതു ചിരിക്കുന്ന സമയത്താണെങ്കിൽ അമ്മ ചോദിക്കും എന്താണ് നിനക്ക് ഇതൊക്കെ കാണുമ്പോൾ ചിരി വരുന്നതെന്ന് ചോദിച്ചിട്ടാണെങ്കിൽ നീതുവിനെ വഴക്ക് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങ് അകത്തോട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നീതുവിൻ്റെ ചേട്ടനും വരുന്നുണ്ട്. എന്നിട്ട് ഓടി വന്നിട്ട് നമ്മൾ ഹരീഷിനെ അടിക്കാൻ വേണ്ടി പോകുമ്പോൾ നമ്മൾ സുധീഷാണെങ്കിൽ കയറി ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ സുധീഷിനെ അടിക്കാൻ വേണ്ടി കൈയൊക്കെ പൊക്കുന്നുണ്ട്. അപ്പോൾ സുധീഷാണെങ്കിൽ കൈ കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് സുധീഷ് പറയും ഒന്ന് അടങ്ങും മോനെ, എന്തോ സാധനമൊക്കെ വലിച്ചു കയറ്റിയിട്ടാണല്ലോ വന്നിരിക്കുന്നത്, കണ്ണും മുഖമൊക്കെ ചുമന്നിരിക്കുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ നീതു ആണെങ്കിലും ആ ഒരു ടെൻഷനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ നീതു ആണെങ്കിൽ ടെൻഷനൊക്കെ ആയിട്ട് നിൽക്കുന്നതും കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.